ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവന്റ്സ് എന്ന ടാഗോട് കൂടി തുടങ്ങുന്ന ഈ ട്രെയിലറിന്റെ സിനിമയിൽ കേരളം എന്ന പേര് ചേർത്തത് ആരായിരിക്കും? ഇവിടെയുള്ള അപകടത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു 80 വർഷം പുറകിലോട്ട് പോകേണ്ടതുണ്ട്. 1933 മുമ്പ് ടിവിയും ഇന്റർനെറ്റും ഇല്ലാത്ത കാലത്ത് ഹിറ്റ്ലർ പ്രധാനമായും ജനങ്ങളെ തന്റെ പരിധിയിൽ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ തന്റെ രാജ്യത്തിൽ ഡെമോക്രസി ഇല്ലാതാക്കി നാസി എന്ന ഒറ്റ പാർട്ടിയെ നിലനിർത്താനായിട്ട് അന്ന് തന്ത്രപരമായി ഹിറ്റ്ലർ ഉപയോഗിച്ചത് ഫ്ലോസം ഫാങ്കർ അഥവാ പീപ്പിൾസ് റിസീവർ എന്ന കുറഞ്ഞ വിലയുള്ള റേഡിയോ തന്റെ രാജ്യത്തിലുള്ള എല്ലാവർക്കും വേണ്ടി നിർമ്മിച്ചുകൊണ്ടാണ്. ആ റേഡിയോയിൽ പ്രധാനമായും ജൂതന്മാർക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന പ്രസംഗങ്ങളും നാസി ആശയങ്ങളും വംശീയ കപടദേശ സ്നേഹ സന്ദേശങ്ങളും ദിനം പ്രതി നേരിട്ട് ജർമ്മൻ ജനങ്ങളുടെ വീടുകളിലേക്ക് എത്തുമായിരുന്നു. 1935 ട്രൈംഫ് ഓഫ് ദ വിൽ എന്ന പ്രൊപ്പഗാണ്ട സിനിമയിൽ ഹിറ്റ്ലറെ ദൈവമായിട്ടാണ് പോർട്രേറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒരു കള്ളം 100 പ്രാവശ്യമായി മനുഷ്യന്റെ മെമ്മറിയിലേക്ക് റിപ്പീറ്റഡ് ആയി കടത്തിവിടുമ്പോൾ ആ കള്ളം സത്യമാവുന്നത് പോലെ ജനങ്ങൾ ഹിറ്റ്ലറിനെ അന്ധമായി പിന്തുടരുകയും നാസി പാർട്ടിക്ക് വലിയ ജനപിന്തുണ ലഭിക്കാനും ഈ തന്ത്രങ്ങളെല്ലാം കാരണമായി. 1933 അധികാരം നേടിയെടുത്ത ഹിറ്റ്ലർ വെറും 10 വർഷത്തിനുള്ളിൽ 60 ലക്ഷം ജൂതന്മാരെ വെടിവെച്ചും ഗ്യാസ് ചാമ്പറിലിട്ടും കൊന്നു തള്ളി. ഈ ചരിത്രം ഞാൻ ഇന്ന് ഓർമ്മിപ്പിച്ചത് മനുഷ്യരെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ഇന്നത്തെ മീഡിയ ധർമ്മത്തെക്കുറിച്ച് അഡ്രസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒരു ബിസിനസ് എന്നതിലുപരി ഒരു രാജ്യത്തിന്റെ അധികാരവും ജനങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജ് ആയിട്ടാണ് മീഡിയകളെല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്നെ പോലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് മുതൽ റേഡിയോ, പത്രങ്ങള്, സിനിമകള് അല്ലെങ്കിൽ വാർത്താ ചാനലുകള്, മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ മനുഷ്യരിലും രാജ്യത്തിന്റെ ക്രമസമാധാനം നിലനിർത്താനുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. ടിക്കറ്റ് സെയിൽസും സാറ്റലൈറ്റ് റൈറ്റ്സും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സെൻസേഷണൽ ടോപ്പിക് തിരഞ്ഞെടുത്ത് രാജ്യത്തിന്റെ ഒരുമയുടെ വിളക്കുകൾ ഊതിക്കെടുത്താൻ പടർത്തിവിടുന്ന വർഗീയ തിരശ്ശീലകളെയല്ല ഒറ്റക്കെട്ടായി വലിച്ചു കീറിയ ചരിത്രം മാത്രമേ നമ്മൾ മലയാളികൾക്കിടയിൽ എന്നും നിലനിന്നിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ എമ്പുരാമാരോടും തമ്പുരാമാരോടും കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ വിദ്വേഷത്തിന്റെ സ്റ്റോറികൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല. കാരണം ഇത് കേരളമാണ്.